ഒരിക്കലും ഒരു സലഫി മുഖല്ലിദാകേണ്ടതില്ല, എന്നാൽ അവൻ മുത്തബി ആയിരിക്കണം. എന്താണ് ഇത്തിബാ, എന്താണ് തഖ്ലീദ് എന്ന് ചോദിച്ചാൽ ഇതിന് മാലിക്കി മദ്ഹബുകാരനായ അബു അബ്ദുള്ള ഇബ്നു ഖുവൈസ് മന്ദാദ് എന്ന് പറയുന്ന ആളുടെ ഒരു വാചകം ഇബ്നുൽ ഖയ്യിം തെളിവായി കൊടുത്തിട്ടുണ്ട്. അത്തഖ്ലീദു മഅനാഹു ബിശ്ശർഇ അർറുജൂ ഇലാ ഖൗലിൻ ലാ ഹുജ്ജത ലിഖായിലിഹി അലൈഹി. പറയുന്ന ആൾക്ക് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് തെളിവില്ലാത്ത വാക്കിലേക്ക് മതത്തിന്റെ കാര്യത്തിൽ മടങ്ങുന്നതിനാണ് തഖ്ലീദ് എന്ന് പറയുക. ഇപ്പൊ ഒരു മൗലവി പറഞ്ഞു, ഒരു ഷെയ്ഖ് പറഞ്ഞു, ഒരു അല്ലാമ പറഞ്ഞു, ഒരു ഹോജ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആളുടെ വാക്കിന് തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ സ്വീകരിക്കാം. ഏതാ തെളിവ്? ഖാലല്ലാഹ് വഖാല റസൂൽ വഖാല സഹാബ. അതിന്റെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞിട്ടുള്ളത്? എങ്കിൽ അംഗീകരിക്കാം. അങ്ങനെ തെളിവില്ലാതെ, ഹുജ്ജത്തില്ലാതെയാണ് ഒരാൾ പറഞ്ഞത്. അങ്ങനെ തെളിവില്ലാതെ പറഞ്ഞ കാര്യത്തിലേക്ക് ഒരാൾ പോവുകയാണെങ്കിൽ, മതത്തിന്റെ വിഷയത്തിൽ പോയാൽ, അതാണ് അത്തഖ്ലീദു, അനുകരിക്കുക എന്ന് പറയുന്നത്. ഇത് മതത്തിൽ മംനുആണ്, തടയപ്പെട്ട കാര്യമാണ്. വൽ ഇത്തിബാഉ മാ സബത അലൈഹിൽ ഹുജ്ജ. ഇത്തിബാ എന്ന് പറഞ്ഞാൽ മതത്തിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട കാര്യമെന്തോ അതിനെ പിൻപറ്റുക, അതാണ് ഇത്തിബാ എന്ന് പറയുന്നത്. ഇപ്പൊ ഖുർആന്റെയോ ഹദീസിന്റെയോ, ഇനി അതൊന്നുമല്ല, ഖുർആനിലും ഹദീസിലൊന്നും ഇല്ലാത്ത ഒരു വിഷയത്തിൽ, പുതിയ ഒരു കാര്യത്തിൽ സഹാബത്തിന്റെ അല്ലെങ്കിൽ പൂർവികരുടെ ഇജ്മാ ഉണ്ടായി, അല്ലെങ്കിൽ അതിനെ അവർ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു, അതിൽ വിധി പറഞ്ഞു, എങ്കിൽ അതൊക്കെ തെളിവാണ്. അതിനെ പിൻപറ്റുക എന്നതാണ് ഇത്തിബാ എന്ന് പറയുന്നത്. ഇത്തിബാ എന്ന് പറയുന്നത് മതത്തിൽ മുസവ്വ, അനുവദിക്കപ്പെട്ട കാര്യമാണ്. തഖ്ലീദ് എന്ന് പറയുന്നത് അത് തടയപ്പെട്ട കാര്യമാണ്.